ഗായ്സ് കണ്ടില്ലേ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടക്കോഴിയാണ്. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. കണ്ടപ്പോൾ നിങ്ങൾ കാര്യം പിടി കിട്ടി കാണും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം എല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെ, നമ്മൾ കാട ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് കാട ഫ്രൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ ഇതുവരെ കറി വെച്ച് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാ പോലെ മസാലയൊക്കെ തേച്ച് പിടിച്ച് മസാജൊക്കെ ചെയ്ത് അവസാനം വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചിരിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും 1000 കോഴിക്ക് അരക്കാടാന്ന്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കോഴിയുടെ പവർക്ക് കാണുന്നതാണ് പറയുന്നത് ഈ അരക്കാട കഴിച്ചു കഴിഞ്ഞാൽ. ഈ പറയണതിലൊക്കെ വല്ല കാര്യം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി പതിവ് പോലെ ഞാൻ ഗൂഗിൾ അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചു, സംഭവം ശരിയാണോ അത്രേ. അതെ, പുള്ളിക്കാരത്തി ഇത് ശരി വെച്ചിട്ടുണ്ട്. കാരണം ലീൻ പ്രോട്ടീൻ ആയതെന്തും പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അത്രേ. അതുകൊണ്ട് തന്നെ കോഴിയേക്കാളും ബെസ്റ്റ് കാടയാണ്. പക്ഷേ 1000 കോഴിക്ക് അരക്കാടാന്ന് എവിടെയും പറയുന്നില്ല. എന്നാലും സംഭവം അടിപൊളിയാണ്. ഈ നമ്മുടെ ഡയറ്റും വർക്കൗട്ടും ചെയ്യണവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞേക്കും ഇങ്ങോട്ട് കോഴി നിർത്തി കാട കഴിച്ചോന്ന് എന്ന് വിചാരിച്ച് ഈ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത കാടനെ പറ്റിയല്ലോ കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ വേവിച്ച് കഴിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു. പക്ഷെ എണ്ണയിൽ പൊരിച്ചെടുത്തതിൽ ഈ പറഞ്ഞ ബെനിഫിറ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ എല്ലാ കാടക്കോഴികളും വറുത്തെടുത്തു. ഇനി നമ്മൾ കാടക്കോഴി കഴിക്കുന്നത് ടച്ചിങ്സ് ആയിട്ടല്ല ഡിപ്രാഷൻ, നമ്മൾ ചുമ്മാ ചോറ് കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ മീൻകറി, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങോട്ട് എല്ലാ ദിവസവും മീൻകറി ഉണ്ടും, കുറച്ച് കോവക്കായും മീൻ വറുത്തതും പിന്നെ കാടക്കോഴിയും ആയിട്ട് നമ്മൾ ചോറുണ്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.